ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മുടെ ഉത്സവ ഒരുക്കങ്ങളുടെ 4ാമത്തെ പാർട്ടാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ബാക്കിയുള്ള വീഡിയോസ് കണ്ടു വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. അപ്പോൾ നാളെയാണ് ഉത്സവം. ഇന്ന് ഉത്സവത്തിൻ്റെ തലേന്നാണ് ഗൈസ്. ഇന്ന് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് ഞാൻ നൂലാരെ വെട്ടിക്കൊണ്ടിടാ. ഞാൻ കോർത്തിന്റെ നൂലാരെ വെട്ടി. ഹലോ, ഞാൻ നേരത്തെ കുറച്ച് കിട്ടി, കുറച്ചിട്ട് ഇത്ര അത്രയും നീളമുള്ളത് ആരോ. അവിടേക്ക് എല്ലാ കൊല്ലും തലേന്നാണ് കേട്ടോ പോവുക. ഉത്സവം അറിയിച്ചിട്ട് തലേന്ന് പോയിട്ട് അവിടുന്ന് അരി എറിഞ്ഞിങ്ങോട്ട് വരും. അങ്ങനെയാണ് ഉണ്ടാവല്. ലൺമണി, മീനാക്ഷി പോവല്ലേ? മീനെ തെറ്റി. മീന് പോണു. ഇവിടെ വന്നാ ഓക്കെ, എന്തോ ഒരു മൂടൗട്ടുണ്ട്. നമുക്ക് എന്തായാലും കണ്ടുപിടിക്കും. പനിയോ, തലവേനയോ, കവക്കട്ടോ, ചീട് കയറിയാ ചുമയോ? നമ്മൾ ഡാൻസ് കളിക്കാൻ പോകാം. ഞാൻ പാട്ട് ഞാൻ ആക്കിയിട്ടിറക്കും. പൂ ഓർക്കണം. ഇവിടെ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ അവിടെ പച്ചക്കറി എരിയുന്നുണ്ട്. സോന് കോർക്കുന്നുണ്ട്. നമ്മൾ അത്രയും കോർത്തു. അവിടെ വേറെ ആരൊക്കെ കോർക്കുന്നുണ്ട്. ഇതൊക്കെ കോർത്തതാണ്. പൊന്നിട്ടം കോർക്കുന്നുണ്ട്, മണിയണ്ടം കോർക്കുന്നുണ്ട്. ഇനി ഇത്രയും മണികണ്ടം കോർക്കും. മണിയണ്ട ഒറ്റയ്ക്ക് ഇത് മുഴുവൻ കോർക്കുന്നു അല്ലേ? വെച്ചിട്ടുണ്ടോ? എത്ര ആയിക്കോട്ടെ. ഇത് പോവാ. തലേന്ന് ഉത്സവറിച്ച് വന്നിട്ടുണ്ട്. പൂ ഓർക്കണം. ഇന്ന് ജനിച്ച് വന്നിട്ടുള്ളൂ. 8 വയസ്സ്. എനിക്കിപ്പോ 10 വയസ്സായിട്ടാ. 10 വയസ്സിൽ ജനിച്ചതാണ്. എന്നാണല്ലോ ഏറ്റവും മുടി എന്റെ വർത്താനം. ഇത്രയും പൂക്കള് നമ്മളെല്ലാരും കൂടി ഇത് കോർത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കോർത്തിട്ടുണ്ട്. ഇനി അവിടെ കുറച്ചും കൂടെ കോർക്കാനുണ്ട്. കണ്ടോ? ഇനി തെച്ചിപ്പൂവൊക്കെ ഉണ്ടാകും. നന്നാക്കാനുള്ള. ഇനി ചിലപ്പോൾ നാളെ നന്നാക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ന്. ഇവിടെ അലങ്കരിക്കാനുള്ള ഗുരുത്തോലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇനി ഗുരുത്തോലൊക്കെ വരാൻ എടുത്തിട്ട് അവിടെയൊക്കെ തൂക്കിട്ടു. എന്ത് ചെയ്യാൻ? പിന്നെ ഇവിടെയൊക്കെ കർട്ടനും മാറൊക്കെ തൂക്കിയത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ അവരെ പച്ചക്കറി അരിയാണ് വെപ്പുകാർ. സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ? രസമുണ്ട്. ഇവിടെ കച്ചവടക്കാരൊക്കെ വന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് കെട്ടിയേച്ച് പോയത്. എന്നിട്ട് രാവിലെ വന്നിട്ട് ഓപ്പൺ ചെയ്യും കടയൊക്കെ. പിന്നെ കണ്ടോ, ഇവിടെ ജനറേറ്ററൊക്കെ ഉണ്ട്. ഇതവിടെ പാത്രങ്ങളുണ്ട്. പിന്നെ അവിടുന്ന് മേലൊക്കെ കെട്ടിയിട്ടുണ്ട്. കണ്ടോ? അവിടെ കയ്യൊക്കെ ഉള്ള പൈപ്പൊക്കെ ഉണ്ട്. ഇവിടെ താഴത്തേക്കൊക്കെ ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പം അതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥയല്ലോ. പിന്നെ ഗൈസ്, ഉത്സവം കഴിഞ്ഞ് 7ാം പൂജയ്ക്ക് അറക്കാത്ത ആടിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ആടുകളാണ് നേർച്ചയ്ക്ക് കൊണ്ടുവന്നത് കേട്ടോ. 2 ആടുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ഗൈസ്, ഇവിടെ പുറത്ത് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇവിടെ എല്ലാവരും ചുറ്റുവിളക്ക് കാര്യങ്ങളൊക്കെ കത്തിക്കണ തിരക്കിലാണ് കേട്ടോ. ഓരോരുത്തരും ഓരോതായ തിരക്കിൽ തന്നെയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഇവിടെയൊക്കെ ചുറ്റുവിളക്ക് കത്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ധ്യാനതേ കളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പാട്ടൊക്കെ വെച്ചുകൊണ്ടാട്ടോ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് പറയുന്നത്. കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല രസത്തിൽ എല്ലാവരും ചുറ്റുവിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഞാനും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, രസമുണ്ടോ ഇല്ലയെന്ന്. ഇവിടെയൊക്കെ ചുറ്റുവിളക്ക് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മാല ബൾബ് കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടുള്ളത്. എല്ലായിടത്തും കാണാൻ നല്ല രസത്തിലേക്ക് ലൈറ്റൊക്കെ കത്തിച്ചിട്ട്. ഇവിടെയൊക്കെ എല്ലാവരും ഓരോ പണിയിലാണ്. പൂവ് കോർക്കുന്ന പണിയിലൊക്കെ തന്നെയാണ്. നല്ല രസമുണ്ട് അമ്പലത്തിൻ്റെ മുറ്റമൊക്കെ കാണാൻ. നല്ല ലൈറ്റൊക്കെ ഇവിടെ റോട്ടുമ്പിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാല ബൾബ് കാര്യങ്ങളൊക്കെ നല്ല രസമാട്ടോ. ഇവിടെ പുറത്തുനിന്ന് മേലിനെ നോക്കുമ്പോൾ കാണാൻ തന്നെ
ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുരുത്തോല പൂമാലൊക്കെ കെട്ടുകയാണ്. കണ്ടോ, അവിടെ എല്ലാവരും ഓരോ പണിയിലാണ്. ഇവിടെ പൂവെന്നൊക്കെ ഉണ്ട്. ഇവിടെ കുരുത്തോല വെട്ടുണ്ട്. പൂമാല അരങ്ങൊക്കെ തൂക്കണം. ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കണ്ടോ. അരങ്ങ് തൂക്കണ്ടോ. ചോറിന് ഞാൻ ചോറിന് കണ്ണൻ ചോറിനാണ്. മീനെ ചോറിന് ഇവിടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓ, ഇതൊക്കെ ഓൻ കിട്ടിയതാണ്. ഒറ്റയ്ക്കിരുന്ന് കിട്ടിയതാണ്. അവൻ പോലുണ്ട്. നല്ല ഒരുക്കങ്ങൾ. ഇവിടെ പന്തലിൽ കുരുത്തലുണ്ടോ. ഇവിടെ ഇവരെ ചേട്ടന്മാരും ചേച്ചിയും കൂടി ദീപസ്തംഭം കേൾക്കണേ. സെറ്റല്ലേ? സെറ്റ് വേണ്ട. കുരുത്തോല പൊന്തിക്കാൻ മേലോട്ട് വെക്കണം. ഇത്ര നേരമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഉറക്കമായിരുന്നു. ദീപസ്തംഭമൊക്കെ കേക്ക് കഴിഞ്ഞ് ഞാനും കുറച്ച് കേക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ കേട്ടിട്ടുണ്ടോ പൊളിത്തിട്ടുണ്ട്. മണികണ്ഠനോട് വേഷം ചുറ്റും മസാജ് ചെയ്തിട്ടുണ്ട്. പൂമാല കെട്ടിയത് ത്രികോണ ഷേപ്പിലായി കിടക്കുന്നുണ്ട്. രസമുണ്ട് കാണാനായിട്ട്. കേസ് ഒരു കുത്തിരിക്കുള്ള പരിപാടിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടോ? മണിപ്പാപ്പ അത് കെട്ടണം. കേസ് എല്ലാവരും കൊടുക്കണം. കേസ് ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 12 മണി. കേസ് ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാനിക്കാനായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ 12 മണിയാവാനായി. ഞാനിപ്പോൾ വ്ലോഗ് അവസാനിപ്പിച്ചില്ലെങ്കിൽ 11:55 അടുത്ത വ്ലോഗ് ഉത്സവത്തിൻ്റെയാണ്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അത് ഫുൾ ലെങ്ത് ഉണ്ടാവും. ഇതിൽ ഒക്കെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കങ്ങൾ നടന്നത്. ഇനി അടുത്ത വീഡിയോ ഉത്സവത്തിന് ഞാൻ അടുത്ത പാർട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനൊന്ന് അടിച്ചു പിടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനിത് ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. ഇനി ഇന്നത്തെ നാളത്തെ ഫുൾ വീഡിയോ ഇനി ചിലപ്പോൾ മറ്റന്നാൾ ഉച്ചയൊക്കെ കിട്ടോ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. കാരണം മറ്റന്നാൾ ഉച്ച വരെ നമ്മുടെ പരിപാടി ഉണ്ട്. സോ ഉത്സവത്തിൻ്റെ പരിപാടികളുണ്ട്. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഞാൻ ഇനിയും അതേമാതിരി മറ്റന്നാൾ ഇടാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. സോ ചിലപ്പോൾ ഞാനിപ്പോൾ തന്നെ എഡിറ്റ് ചെയ്ത് ഇടാൻ മതിയാവും. സോ പറയാൻ പറ്റത്തില്ല. സോ ഇപ്പോൾ സമയം 11:57 12 മണി ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ ഉത്സവത്തിൻ്റെ ദിവസമായി. സോ അപ്പം ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പിന്നെ നാളത്തെ വീഡിയോ ആയി മാറും. സോ അപ്പം ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തന്ന അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരുക്കങ്ങൾ ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. പക്ഷേ അതിനി നാളെ ആയിരിക്കും നടക്കുക. എന്ന് വെച്ചാൽ 12 മണിക്ക് ശേഷമായിരിക്കും നടക്കുക. അപ്പോൾ ഗൈസ് ഇത്രയും നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. ഇത് ഞാൻ ഒരു വട്ടം പറഞ്ഞാണ്. എന്നാലും ഒന്നുകൂടി ഓർമ്മിച്ചാണ് കേട്ടോ.